മഞ്ചാട് വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് സ്റ്റാർട്ടായി നമ്മുടെ അത്യാവശ്യം KSRTC ബസ്സുകളും ബസ് റൂട്ടാണ് പോലീസ് വണ്ടിയാണ് പോകുന്നത്. നല്ല രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല രസമുള്ള ഒരു റോഡാണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് മാക്സിമം എത്ര കിലോമീറ്റർ ഉണ്ടാവും സുഹൃത്തെ? എല്ലാവരും മറ്റു തലത്തിലേക്ക് 3 കിലോമീറ്റർ നടപ്പുള്ള വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് മൂവാറ്റുപുഴ സ്ഥലത്തേക്കാണ്. അത് പോലീസ് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല വാഴത്തോട്ടങ്ങളും ലൈസൻസിന്റെ ടെസ്റ്റ് എടുക്കുന്ന സ്ഥലം. ഇത് നല്ലൊരു വാഴത്തോട്ടം. അതുപോലെ തന്നെ നല്ല ഗ്രാമപ്രദേശമാണ് ഇവിടെയുള്ളത്. നമ്മൾ പോകുമ്പോൾ അധികം വീതിയൊന്നുമില്ലാത്തൊരു വഴിയാണ്. പക്ഷെ ഒരു ബസ് റൂട്ടാണ്. കേരളത്തിലെ മിക്ക ഉൾനാടൻ ബസ് റൂട്ടുകൾ പോലെ തന്നെ ഇത് നല്ല സ്മൂത്തായ റോഡാണ്. എല്ലാവർക്കും അത്യാവശ്യം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അധികം വലിയ സ്ഥലമല്ല. അതെ, പോകുന്ന വഴിക്ക് പൈനാപ്പിൾ തോട്ടങ്ങളും തേക്കിൻ തോട്ടങ്ങളും അത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഭാഗങ്ങളാണ് അന്വേഷിച്ചു പറഞ്ഞത്. 2 സൈഡിലും മരങ്ങളാണ്, കയറാനൊന്നും പറ്റില്ല. എന്തായാലും നമുക്ക് അവിടെ വരെ പോവാം. അതുപോലെ യാത്രയിലാണ്. ഇവിടെ സാധാരണ ഒരു ഫോറസ്റ്റ് സ്ഥലങ്ങളെ പോലെ ഒന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളും ഷാപ്പിങ്ങും കാര്യങ്ങളും ഇവിടെയുണ്ട്. ജനങ്ങൾക്ക് അത്യാവശ്യം ടിക്കറ്റ് പാർക്കുന്ന സ്ഥലം തന്നെയാണ്. പാലത്തിന്റെ ഭംഗി എന്തായാലും നമുക്ക് ഒന്ന് ആസ്വദിക്കാം. അങ്ങനത്തെ യാത്രകൾ മനോഹരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നേരം ഉച്ചയായതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും. പള്ളി സ്കൂളുകളും കാര്യങ്ങളും അത്യാവശ്യം എല്ലാവർക്കും കാണാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ വേറെല്ലാം സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടും വായിക്കാം. പക്ഷെ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല തണുത്ത കാറ്റാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ വൃക്ഷങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ചാക്കുളത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം. അമ്പലത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ല. നമ്മൾ അത്യാവശ്യം വനത്തിലേക്കാണ് പോകുന്നത്. സമയം ഒരുപാടായി. നമുക്ക് ജാതിക്കത്തോട്ടങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സാധാരണ നാട്ടിൻപുറത്തുള്ള അമ്മമാര് എന്താ പറയാ, ഓരോരോ തൊഴിലായിട്ട് ജീവിക്കുന്നു. ഓരോ സ്ഥലങ്ങളാണ്. പ്രൈവറ്റ് ബസ്സുകളെല്ലാം ലിമിറ്റഡ് സ്റ്റോപ്പ് തൊഴിലായിട്ട് ജോലിയൊക്കെ നമുക്ക് വെയിൽ തോന്നിക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നല്ല രസമായിട്ടാണ് തോന്നിക്കുന്നത്. സ്കൂളും പറയാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പോകുന്നു. 3 കിലോമീറ്റർ പറഞ്ഞത് ടാക്സിക്ക് 1.5 കിലോമീറ്ററോളം കഴിഞ്ഞിരിക്കുന്നു. 1.5 കിലോമീറ്റർ കടകളായിരിക്കും. എന്തായാലും നമുക്ക് അവിടെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയാണ്. പക്ഷെ ആ കാലത്ത് ഇടയ്ക്ക് കുറിച്ചിറങ്ങിയപ്പോ അത് കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ തീർത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള യാത്രയായിരിക്കും. ഒരു ആശ്വാസം കൊടുത്ത സ്ഥലമായിരിക്കും. പിന്നെ ബസ് 1 ലക്ഷം രൂപ കൊടുത്ത ബസ് സ്റ്റോപ്പാണ്. അതുപോലെ തിരക്ക് കുറഞ്ഞ ഒരു റോഡാണ്. അതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷവും. കാരണം അധികം ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അമ്പലങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള കാണുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി ചർച്ച്, നമ്മുടെ പള്ളി. ഇവിടുത്തെ ആഘോഷങ്ങളും പെരുന്നാളുകളും എല്ലാം വളരെ പ്രസിദ്ധമാണ്. നമ്മളാണ് ഏകദേശം ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻട്രി ചെയ്ത് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അതേപോലത്തെ ഒരു അന്തരീക്ഷവും കാരണം എനിക്ക് കാലാവസ്ഥ കൊണ്ടാണ് ഫോറസ്റ്റായി.
പ്രതീക്ഷിച്ചോടുക ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതുമായ ഒരു കാടാണ് ചുറ്റുമുള്ളത്. ഫോറസ്റ്റ് മേഖലയാണോ എന്ന് ചോദിക്കാറില്ല. നമുക്ക് എവിടെ ആണെങ്കിൽ ശ്രമിച്ചു നോക്കണം. ഒരു ഫോറസ്റ്റ് മേഖലയാണോ അല്ലേ എന്നൊരു നല്ല ഒരു തണുപ്പ്, നല്ല നദില് ഒടുവിലേക്ക് അടികളുണ്ട്. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടോ അറിയില്ല. നല്ല ഒരു വനമാണ്. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്, തണുപ്പാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇത്രയും കൊടും ചൂടിൽ പോലും ഇവിടെ നല്ല ഒരു കാലാവസ്ഥയാണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതൊക്കെ സംരക്ഷിച്ചു പോയ സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഏത് സർക്കാർ വന്നാൽ പോലും ഇങ്ങനെ ഒരു വനം, അതായത് എറണാകുളം ജില്ലയിലുള്ള ഈ ഒരു വനം എല്ലാം സൂക്ഷിക്കുന്നതിന്റെ വഴിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാലിന്യങ്ങളൊന്നും ഇടരുതെന്ന് പറഞ്ഞ ഇവിടെ പോസ്റ്ററുകളുണ്ട്. എന്തായാലും സംരക്ഷിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. റബ്ബർ തോട്ടങ്ങളുണ്ട്, വീടുകളുണ്ട്. ഇവിടെ പലവരും ഈ റോഡിലൊന്നും ആരുമില്ല. ഈ സമയം ഉച്ചയായതുകൊണ്ടായിരിക്കണം. വനമാണ് ഈ സൈഡ് കംപ്ലീറ്റ്. അത്യാവശ്യം നല്ലൊരു പ്രദേശമാണ് കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. വീടുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളുണ്ട്. അമ്മമാരൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. മനസ്സിലെ കാടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാടിനുള്ളിലേക്ക് പോകാൻ നമുക്ക് അനുമതിയില്ലെന്ന് തോന്നുന്നു. ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണ്ടി വരും. ഇത്രയും ഒരു മൂവാറ്റുപുഴ സിറ്റിയിൽ അടുത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഒരു കാട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമാണല്ലേ. ഇതെങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ഇടയിലായിട്ടാണ് ഈ കാണുന്നത്. തൃക്കളത്തൂർ, വെള്ളാട് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. നെല്ലാട് വനമാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമ്മൾ അകത്തേക്ക് ജസ്റ്റ് എനിക്കൊന്ന് കയറി നോക്കാമെന്നാണ് എന്നെ ഇവിടെ പരിചയപ്പെടുത്താനായി കൊണ്ടുവന്ന സുഹൃത്ത് എന്നോട് പറയുന്നത്. ജസ്റ്റ് വനത്തിന്റെ സൈഡിലുള്ള ആ വഴിയിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുകയാണ്. ഇവിടെ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്, കുറ്റകരവുമാണ്. ഇവിടെ ആളുകൾ എനിക്ക് തോന്നുന്നത് വിശ്രമിക്കാനായിട്ടും കുറച്ചേരം സ്പെൻഡ് ചെയ്യാനായിട്ടും ഇവിടെ വരുന്നെന്ന് തോന്നുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് ഈ സ്ഥലം. എനിക്ക് തോന്നുന്നു കാറുകൾ കൊണ്ടുപോയിട്ട് കുറച്ചേരം വിശ്രമിക്കാൻ. അറിയില്ല. അത് വീട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല രസമുള്ള ഒരു കാടുകളാണ് ഇതെല്ലാം. ഇവിടെ പൈനാപ്പിൾ തോട് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പൈനാപ്പിൾ കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഈ കാട് സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. കാരണം അത്രയ്ക്ക് നല്ല ഒരു ക്ലീനാണ് കാടുകളെല്ലാം. മാലിന്യങ്ങളെല്ലാം കുറവാണ്. വന്യപ്രദേശമായ പല ബോർഡുകളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനിടയിലൂടെ വഴികളുണ്ട്. നമുക്കിത് ദിവസം ഒരു പാറമടയുണ്ട്, നല്ല കിടുക്കൻ പാറമട. നമുക്ക് അങ്ങോട്ട് പോകാൻ ഒട്ടും കഴിയില്ല. നമ്മൾ പിന്നീട് ദിവസം വരുന്നതായിരിക്കും ഈ പാറമട ചെയ്യാനായിട്ട്. അവിടെ കൂടെ ഒരു പൈനാപ്പിൾ തോട്ടമുണ്ട്. കയറ്റമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിക്കുകയാണ്. കാരണം സമയപരിമിതി മൂലം അടുത്ത പ്രാവശ്യം വന്നിട്ട് നമുക്ക് നല്ലൊരു കാഴ്ച നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. പാറമടയെക്കുറിച്ചും എല്ലാം. അത്ര നല്ല വെയിലിൽ പോലും ഇവിടെ തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഞാൻ ആരെങ്കിലും വിശ്വസിക്കും. കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ നല്ല തണല് കിട്ടും, നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. പക്ഷെ സിറ്റികളിലേക്ക് അടച്ചു വിടുന്നുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. വിട്ടൂർ എന്ന് പറയുന്ന ഈ തടിരിപ്പ് കാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് ഒരു പരിമിതമായ രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. വീട്ടൂർ കാട്ടിലേക്കുള്ള യാത്ര കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോവുകയാണ്. ബാക്കിയുള്ള അത്യാവശ്യം കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ആയിരിക്കും. എന്തായാലും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാട് സംരക്ഷിക്കുന്ന സർക്കാരും പല സർക്കാരുകൾ മാറി വന്നിട്ട് പോലും അവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നോക്കിയിട്ടില്ല. മാക്സിമം സംരക്ഷിച്ചിട്ടുണ്ട് ഈ കാട്. സ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം നമുക്ക് നൽകുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ പോകുന്നത്. അതിന് വിളയാറ് സർക്കാരിന്റെ തടിരിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ തടിരിപ്പ് എന്നോട് ബോർഡുണ്ടായിരുന്നു. ഈ തടിരിപ്പോ തടിരിപ്പ് അടുത്തൊക്കെ പ്ലാൻ ചെയ്ത പല പദ്ധതികളുണ്ടെന്ന് തോന്നുന്നു.
ഇവിടെ കണ്ടില്ലേ, ഇതാണ് നഗരവനം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പാർക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു പാസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു റോഡ് കയറാനായിട്ട്. ഇത് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. പുതിയ പുതിയ പദ്ധതികൾ വരട്ടെ, വിദ്യാലയം സംരക്ഷിക്കട്ടെ, അത് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ. ഇതൊക്കെ നമ്മൾ നല്ലൊരു ആശയത്തിന് തുടക്കമാണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമുക്ക് ഒരു ആശ്വാസം. കാരണം നഗരങ്ങളിൽ ഇത്രയും കുട്ടികൾ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്ന ആ പദ്ധതിപ്പോഴും നമ്മള് വിട്ടുപോകുന്നു. അപ്പൊ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മോൺസ്റ്റർ അവിടെ എന്തെങ്കിലും ഉണ്ടാകും. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, കേട്ടിരുന്നതും ആ വീഡിയോ കണ്ടിരുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.